ജനവിധിയിലൂടെ കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിലെത്തുന്ന ആദ്യ ബി.ജെ.പി. നേതാവെന്ന സവിശേഷതയാണ് സുരേഷ് ഗോപി സ്വന്തമാക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിഗംഭീരമായി തന്നെ അദ്ദേഹത്തെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് അദ്ദേഹം തിരിച്ചു മടങ്ങി. സത്യപ്രതിജ്ഞ ചെയ്ത സന്തോഷവും അഭിമാനവുമെല്ലാം അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാമായിരുന്നു. എന്നാൽ അവിടെ എത്തിയ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരു ഫോൺ കോൾ എത്തി. അദ്ദേഹം അത് വിളിച്ച് സംസാരിച്ച ഉടൻ തന്നെ കരയുന്നുണ്ടായിരുന്നു. എന്തിനാണ് അദ്ദേഹം കരയുന്നതെന്ന് പെട്ടെന്നാർക്കും മനസ്സിലായില്ലെങ്കിലും പിന്നീട് എല്ലാവരും അത് മനസ്സിലാക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ തന്നെയായിരുന്നു വിളിച്ചത്. മകൾ ഭാഗ്യ തന്നെയായിരിക്കണം വിളിച്ചതെന്ന് പ്രേക്ഷകരും പറയുന്നു. ഭാഗ്യപുത്രി തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ. ആദ്യ മകൾ ലക്ഷ്മിയുടെ വിയോഗം താങ്ങാനാവാത്തവരാണ് ഇപ്പോഴും സുരേഷ് ഗോപിയും രാധികയും. ഒരപകടത്തിൽ തന്നെ വിട്ടുപോയ ലക്ഷ്മിയുടെ വിയോഗത്തെ ഇപ്പോഴും വേദനയോടെ ഓർക്കുന്ന ഒരു അച്ഛനാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാഗ്യപുത്രിയായി ജനിച്ച മൂത്തപുത്രി ഭാഗ്യ തന്നെ ആദ്യ ഫോൺ കോളുമായി എത്തുകയും സത്യപ്രതിജ്ഞ ഞങ്ങൾ കണ്ടുവെന്ന് വിളിച്ചു പറയുകയും ആശംസ അറിയിക്കുകയും ചെയ്തപ്പോൾ കണ്ണീരണിയുകയാണ് ആ അച്ഛൻ്റെ ഹൃദയം. തൻ്റെ മകളാണ് തൻ്റെ ഭാഗ്യമെന്ന് വിശ്വസിക്കുന്ന ഒരച്ഛനാണ്, തൻ്റെ മക്കളാണ് തൻ്റെ ഭാഗ്യമെന്ന് വിശ്വസിക്കുന്ന ഒരച്ഛനെന്ന നിലയിൽ എല്ലാവരും മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് സുരേഷ് ഗോപി. ഒരു നടനെന്ന നിലയിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനെന്ന നിലയിലും അദ്ദേഹത്തിന് 100% വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു നല്ല അച്ഛനെന്ന നിലയിൽ അദ്ദേഹത്തിന് എന്നും ഒന്നാം സ്ഥാനം തന്നെയാണ്. എല്ലാ പെൺകുട്ടികളുടെയും പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ സ്ത്രീപക്ഷത്തിനെതിരെയുള്ള വാക്കുകൾ വന്നപ്പോഴും എല്ലാവരും പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും സിനിമ ഇൻഡസ്ട്രിയിലുള്ളവരാണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും അദ്ദേഹത്തിനൊപ്പം തന്നെയാണ് നിന്നത്. അദ്ദേഹം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നും എല്ലാ സ്ത്രീകളും അദ്ദേഹത്തിനും കുഞ്ഞുങ്ങളെപ്പോലെയാണെന്നും ഒറ്റസ്വരത്തിൽ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ വീട്ടിലെ ആദ്യ വിവാഹമായിരുന്നു മൂത്ത മകൾ ഭാഗ്യയുടേത്. ഭാഗ്യയുടെയും ശ്രേയസിന്റെയും വിവാഹം ഗുരുവായൂരിൽ വെച്ച് നടന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയതും ഇവർക്ക് അനുഗ്രഹം നൽകിയതുമെല്ലാം നാടൊട്ടാകെ വലിയ വാർത്തയായി ഇടം പിടിച്ചതാണ്. ആദ്യമായിട്ടാണ് കേരളം ലോക്സഭാ ഇലക്ഷനിൽ ബി.ജെ.പി. ഒരു സ്ഥാനം പിടിച്ചത്. അതും മത്സരാർത്ഥിയായി എത്തിയത് സുരേഷ് ഗോപി. വർഷങ്ങളായി തൃശ്ശൂർ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ കോൺഗ്രസിനെ 3-ാം സ്ഥാനത്താക്കി മാറ്റിമറിച്ചാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തോടെ 1-ാം സ്ഥാനത്തെത്തിയത്. ഇപ്പോൾ അച്ഛന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടൻ മക്കൾ അച്ഛനെ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയും മക്കളുടെ സന്തോഷം കാണുമ്പോഴും അവരുടെ ആശംസാ വാക്കുകൾ കേട്ടപ്പോഴും ഒരച്ഛനെന്ന നിലയിൽ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുന്ന സുരേഷ് ഗോപിയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്.